നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിക്കാഹ് കഴിക്കണം. സഹാബാക്കൾ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി. രണ്ടാർക്കരയിലെ പള്ളിയിൽ സ്ഥിരമായി പള്ളിയിൽ വരുന്ന 90 വയസ്സായ ഒരാള്, അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു നല്ല പ്രായം ചെന്നൊരു ഉമ്മ മരിച്ചു. ഒരു 6-7 മാസം കഴിഞ്ഞപ്പോൾ മൂപ്പർക്കും മരണക്കിടക്കയിലാണ്. അങ്ങനെ പള്ളിയിലെ ഉസ്താദും മീരാൻ ഉസ്താദും അല്ലെങ്കിൽ ബാക്കിയുള്ള ഇമാമിങ്ങളും എല്ലാവരും കൂടെയൊക്കെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ ചോദിച്ചു, എന്തെങ്കിലും വസിയത്തുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു കല്യാണം കൂടെ കഴിച്ചാൽ കൊള്ളാം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഇയാൾക്ക് അസുഖം വേറെയാണ് എന്നല്ലേ പറയുള്ളൂ. മുആദ് ഇബ്നു ജബൽ തങ്ങൾ പറയാണ്, എനിക്കൊരു കല്യാണം കഴിക്കണം. സഹാബാക്കൾ മുഖത്തോട് മുഖം നോക്കിയപ്പോൾ പറയാണ്, എനിക്ക് ദുനിയാവിന്റെ മോഹങ്ങളോ ശാരീരികമായ ആഗ്രഹങ്ങളോ ഒന്നുമല്ല. ഇന്നി അക്റഹു അൻ അൽഖല്ലാഹ അസ്ബാ, ഇന്നി അക്റഹു അൻ അൽഖല്ലാഹ അസ്ബാ, വിഭാര്യനായി റബ്ബിനെ കണ്ടുമുട്ടാ എനിക്ക് വെറുപ്പാ സഹബാ. എന്റെ റസൂലിന്റെ ഒരു സുന്നത്തില്ലാതെ ഞാൻ എങ്ങനെ എന്റെ റബ്ബിനെ കണ്ടുമുട്ടും പറയൂ? എല്ലാ സുന്നത്തും പക്കയാണ്, ഞാൻ എല്ലാ ചര്യയും മുറുകെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു സുന്നത്തില്ലാതെ പോകാൻ എനിക്ക് വയ്യ. അതേത് സുന്നത്ത്? വഇന്ന മിൻ സുന്നതി അന്നിക്കാഹ്. ഞാൻ മരണപ്പെടുമ്പോൾ എന്റെ ഭാര്യ വിധവയായി മണ്ണിലുണ്ടാകണം. അന്തിസ് ഇനിസ്വതിൻ വഫാതിൽ മുസ്തഫ ഖൈറന ഫഖ്തറന നബിയൽ മുഖ്തഫ ആയിഷത്തുൻ വ ഹഫ്സത്തുൻ വ സൗദാ സഫിയത്തുൻ മൈമൂനത്തുൻ വ റംല ഹിന്ദുൻ വ സൈനബുൻ കദാ ജുവൈരിയ ലിൽമുഅ്മിനീന ഉമ്മഹാത്തും മർളിയ. മുത്തുനബി ലോകത്തോട് വിട പറയുമ്പോ ഭാര്യമാര് ജീവിച്ചിരിക്കുന്നുണ്ട്, മിക്ക ഭാര്യയും ജീവിച്ചിരിപ്പുണ്ട്. സഹോദരങ്ങളെ, ഞാൻ മരണപ്പെട്ട അല്ലാഹുവിന്റെ അടുക്കൽ പോകുമ്പോ എനിക്ക് വേണ്ടി ചങ്ക് പൊട്ടി കരയാൻ എന്റെ വീട്ടിലൊരു ഭാര്യ വേണം. ഇതെന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്നൊരു വെള്ള സാരി യക്ഷിയെ പോലെ ഉടുത്ത് ഇങ്ങനെ മൂലയിരിക്കും, അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ നീ സൗന്ദര്യമൊക്കെ അങ്ങ് കള. നീ ഈ ലിപ്സ്റ്റിക്കും തേപ്പ്, അതുപോലെ തന്നെ ഈ പുട്ടിയിടക്കം, അതുപോലെ തന്നെ ഈ കണ്ണിൽ അത് വരപ്പ്, പിന്നെ ഇതൊക്കെ അവസാനിപ്പിച്ച് എല്ലാ ആഡംബരങ്ങളും. ഉസ്താദേ, ബിരിയാണി കഴിക്കാമോ? എൻ്റെ വാപ്പ മരിച്ചു, ഉമ്മ ഇരിക്കാൻ ബിരിയാണി കഴിക്കാമോ? എന്തൊക്കെ ചോദ്യങ്ങളാ ചോദിക്കുന്നത്. ബിരിയാണി കഴിച്ചപ്പോൾ എന്താ വാപ്പ ഖബറിന് പിന്നെ വീണ്ടും കുഴിയിലോട്ട് പോവോ? അതെ, എൻ്റെ സഹോദരിയുടെ ഭർത്താവിനെ കാണാമോ? ജീവിച്ചിരുന്നപ്പോ ഇവര് എന്നും ഒരുമിച്ച് കഴിഞ്ഞവരാ. അപ്പൊ എന്താ മരിക്കുമ്പോ പിന്നെ കൊമ്പുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇദ്ദ എന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ പോകണമെങ്കിൽ ആശുപത്രിയിൽ പോകാം, ബാത്റൂമിൽ പോകണമെങ്കിൽ ബാത്റൂമിൽ പോകാം, അത്യാവശ്യത്തിന് നിങ്ങൾക്ക് എവിടെ വേണോ പോകാം. അത് ഭർത്താവ് മരിച്ച വീട്ടിൽ തന്നെ കഴിയണം, അവിടെ നിന്ന് മാറിക്കൂടാ. ആരാ പറഞ്ഞേ? നിങ്ങൾക്ക് സ്വസ്ഥമായിരിക്കാൻ എന്ന് പറഞ്ഞാൽ ആഡംബരങ്ങൾ ഒഴിവാക്കിയിട്ട് നിങ്ങൾ അവിടെ ഇരുന്നിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി ദ്വാരക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഗർഭപാത്രത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിങ്ങനെ 3-4 ശുദ്ധിയിൽ ഇങ്ങനെ അങ്ങ് പോകും. 4 അശ്ഹുരിൻ വ അശ്റാ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ആവും. പിന്നെ നിങ്ങൾക്ക് പുനർവിവാഹം വേണ്ടേ? ഇത് ഇസ്ലാമിന്റെ നയമാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, അങ്ങനെ എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു പെണ്ണിനെ ബാക്കിയാക്കിയിട്ട് എനിക്ക് പോകണം എന്ന് പറഞ്ഞ മുആദ് ഇബ്നു ജബൽ തങ്ങൾ സുന്നത്തിനോടുള്ള പ്രതിബദ്ധതയാണ്. തനഈം എന്ന് പറയുന്ന മസ്ജിദ് ആയിഷ പള്ളി എന്ന് നമ്മൾ വിളിക്കുന്ന ഇഹ്റാ കെട്ടാൻ പോകുന്ന പള്ളി, അത് നിലനിൽക്കുന്ന തനഈം എന്ന പ്രദേശത്താണ്. ആ തനഈമിന്റെ പരിസരത്ത് പ്രിയപ്പെട്ടവരെ, മദീനയിൽ നിന്ന് ചതിയിലൂടെ കൊണ്ടുവന്ന 10 പേരിൽ 10ാമനായ സയ്യിദുനാ ഖുബൈബ് ബിൻ അദിയുൽ അൻസാർ റളിയല്ലാഹു തആല അൻഹു സഹോദരി ചതിയിലൂടെ കൊണ്ടുവരികയാ. അദ്ദേഹത്തിന് ഒരു ഔട്ട് ഹൗസിൽ കെട്ടിയിട്ടു. മക്കക്കാര് പറഞ്ഞു, ഖുബൈബിനെ എനിക്ക് കൊല്ലണം.
അവനെ ഞാൻ കൊല്ലും, ഞാൻ കൊല്ലും, ഞാൻ കൊല്ലും. എല്ലാവർക്കും വാശിയായി കൊല്ലണമെന്ന് പൂതിയായി അവസാന ഹുബൈബ് തങ്ങളെ കൊല്ലുന്നതിന്റെ തലേ ദിവസത്തിന്റെ സൂര്യാസ്തമയത്തില് നാളെയുടെ കിഴക്കൻ ചക്രവാളത്തിൽ അരുണകിരണങ്ങൾ പ്രകടമാകുന്ന സുപ്രഭാത പൊട്ടിവിടരുന്ന സമയത്ത് അദ്ദേഹത്തെ തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ഉറപ്പുള്ളപ്പോൾ പല ദിവസത്തിന്റെ സായാഹ്നത്തിൽ ചോദിക്കുകയാണ് അന്ത്യാഭിലാഷമായി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് മൂർച്ചയുള്ള ഒരു കത്തി വേണമെന്ന്. ഹുബൈബ് തങ്ങൾ ചോദിച്ചു, എനിക്കൊരു കത്തി വേണമെന്ന്. രണ്ടാർക്കരയിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പെങ്ങളെ, ഹുബൈബ് തങ്ങൾ 1500 വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെടുന്നതിന്റെ തലേ ദിവസത്തിന്റെ അസ്തമയ സമയത്ത് ശത്രുക്കളോട് ചോദിക്കുന്നതൊരു മൂർച്ചയുള്ള കത്തിയാ. ആത്മഹത്യ ചെയ്യാനല്ല, പിന്നെന്തിനാണത് ചോദിച്ചതെന്നറിയോ? കത്തി കൊണ്ട് കൊടുത്തു. ശത്രുക്കൾ മാറി നിന്ന് വീക്ഷിക്കുമ്പോ ഹുബൈബ് തങ്ങൾ ചെയ്ത പണി എന്തെന്നറിയോ? കൈയിലെയും കാലിലെയും വിരലുകളിലും നഖം വെട്ടുകയാ. കൈകാലുകളിലും നഖം വെട്ടുകയാണ്. മീശ വെട്ടി ഒതുക്കുകയാണ്. ദാടി ക്ലിയറാക്കുകയാണ്. ആളുകൾ ചോദിച്ചു, ഹുബൈബേ, ഭ്രാന്തുണ്ടോ? അടുത്ത സമയം നീ കൊല്ലപ്പെടാനുള്ളവനല്ലേടാ, ഇപ്പൊ എന്തിനാണൊരു ഒരുക്കമെന്ന് ചോദിച്ചപ്പോ ഹുബൈബ് തങ്ങൾ പറഞ്ഞത്, എടോ, ഞാൻ മരിക്കുകയല്ലേ, മരിക്കുമ്പോ എന്റെ മുത്തിന്റെ സുന്നത്ത് മുറുകെ പിടിച്ച് മരിക്കാമല്ലോ. സ്വന്തം ജീവനും ജീവിതവും എല്ലാം അള്ളാഹുവിന്റെ സംതൃപ്തിക്ക് വേണ്ടി കൊടുക്കുന്നത് ആത്മാർത്ഥ പ്രണയമാണ്. സഹോദരങ്ങളെ, ആ സമയത്ത് അള്ളാന്റെ ഹബീബിന്റെ സുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് മരിക്കാനുള്ള വ്യഗ്രത, ഇതാണ് സ്നേഹം, ഇതാണ് പിൻപറ്റൽ, ഇതാണ് ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ അനുയായികൾ ചെയ്യേണ്ടത്. ഏത് കാര്യത്തിലും ഇതെന്റെ റസൂൽ എന്ത് ചെയ്തു അതായിരിക്കണം ഞാൻ ചെയ്യേണ്ടത്. എന്റെ മുത്തെന്ത് ചെയ്തു? കളിയാക്കുന്നവർ കളിയാക്കട്ടെ. സഹോദരങ്ങളെ, നിങ്ങൾ എന്താ കരുതിയേ? ഈ കാണുന്ന ഈ തങ്ങളെത്തിയോ? വീട്ടിൽ വന്നോ? കഴിച്ചോ? ശരി. അപ്പോ എന്താണോ എന്റെ മുത്ത് ചെയ്തിട്ടുള്ളത് അതേ ഞാൻ ചെയ്യുള്ളൂ. കളിയാക്കുന്നവരെ കളിയാക്കിക്കോട്ടെ. എന്തെല്ലാം പറയുന്നു, എന്തെല്ലാം പറയുന്നു, എന്തെല്ലാം പറയുന്നു. അതിനൊക്കെ നമ്മൾ മറുപടി കൊടുത്താലോ? പറയുന്നവര് പറയട്ടെ. കുരയ്ക്കുന്ന നായ്ക്കളെ കല്ലെറിഞ്ഞുകൊണ്ടിരുന്നാൽ ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയൂല. കുരയ്ക്കുന്നവർ കുരയ്ക്കും. സാർത്ഥവാഹക സംഘം മുന്നോട്ട് പോവാ, മുന്നോട്ട് പോവാ. കുരയ്ക്കുന്നവർ ഭാഗങ്ങളിൽ കുരച്ചോട്ടെ, നമുക്കതൊരു പ്രശ്നമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ കഴിയുന്ന രീതിയിൽ സുന്നത്ത് മുറുകെ പിടിച്ച് ജീവിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അതിന്റെ പേരിൽ സമ്പത്ത് നശിച്ചു പോയാലും ശരി, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്ക്. ഇത് പറയുന്നത് എൻ്റെ ചുണ്ടുകളിൽ നാവിൻ്റെ സഹായത്തോടെ വരുന്ന ശബ്ദം മൈക്രോഫോണിൻ്റെ സഹായത്തോടെ ഈ മൈക്കിൽ നിന്ന് ബോക്സിലേക്ക് വിദ്യുച്ഛക്തിയുടെ പ്രവാഹത്തിൽ നിങ്ങളെ കേൾപ്പിക്കുന്ന ശബ്ദങ്ങളാകരുത്. എൻ്റെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു പ്രസംഗമായി ഇതിനെ മാറണം. അതുകൊണ്ട് ഞാൻ പറയുന്നു സഹോദരങ്ങളെ, സമ്പത്ത് മുഴുവനും അള്ളാഹുവിൻ്റെ ദീനിന്റെ പേരിൽ മഹാനായ സുഹൈബ് ബിൻ സിനാൻ റൂമി, ഞാൻ ചരിത്രം പറയുകയല്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ സുഹൈബ് ബിൻ സിനാൻ റൂമി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം റോമക്കാരനാണ്. അദ്ദേഹം മക്കയിൽ വന്നിട്ട് ഒരുപാട് ബിസിനസ് നടത്തി, ഒരുപാട് സമ്പന്നനായി. അവസാനം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം മദീനയിലേക്ക് പലായനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ മദീനയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ മക്കക്കാര് തടഞ്ഞു. അവർ വന്നിട്ട് പറഞ്ഞു, സുഹൈബേ, നീ പോകുന്നെങ്കിൽ പൊയ്ക്കോ, നിന്റെ സ്വത്തിൽ ഒരംശം പോലും കൊണ്ടുപോകാൻ പാടില്ല. റോമക്കാരനായ നീ ഇവിടെ വന്നിട്ട് കച്ചവടം നടത്തി, ഞങ്ങളിൽ നിന്ന് നീ കച്ചവടം നടത്തി ഉണ്ടാക്കിയ പണം ഇവിടെ കളഞ്ഞിട്ട് പോകണം. നീ പോകുന്നെങ്കിൽ ഒറ്റയ്ക്ക് പൊയ്ക്കോളാൻ പറഞ്ഞു. സുഹൈബ് ബിൻ സിനാൻ റൂമി റളിയല്ലാഹു തആല അൻഹു തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചൊരു ചോദ്യം എന്താണെന്നറിയോ? എന്താടാ നിങ്ങൾ കരുതിയേ ഞാൻ ഈ പണവും കെട്ടിപ്പിടിച്ചു വെച്ചുകൊണ്ട് ഇവിടെ കിടക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് വലുതെന്റെ ഹബീബാടാ, അതാ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു, നിങ്ങൾ എടുത്തോ, എനിക്ക് വേണ്ട. ഒരു പുരുഷായുസ് മുഴുവനും ഞാൻ സമ്പാദിച്ച സമ്പാദ്യം മുഴുവനും നിങ്ങൾക്ക് വേണ്ടി ഞാൻ തരുന്നു എന്ന് പറഞ്ഞിട്ട് സുഹൈബ് ബിൻ സിനാൻ റൂമി റളിയല്ലാഹു തആല അൻഹു മുഴുവൻ സ്വത്തുക്കളും വലിച്ചെറിഞ്ഞിട്ട് നേരെ പോയി. പോകുന്ന വഴിയിൽ സയ്യിദുനാ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കാണുകയാ. ഉമർ റളിയല്ലാഹു
തആല വഴിയിൽ വെച്ച് പറഞ്ഞു, റബിഹൽ ബൈഉ, കച്ചവടം ലാഭകരമായി. സിനാൻ തങ്ങൾക്കൊന്നും മനസ്സിലായില്ല. അവിടെ യാത്ര ആരംഭിച്ചു. മസ്ജിദുൻ നബവിയിലേക്ക് ചെല്ലുമ്പോ കാരുണ്യത്തിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, റബിഹൽ ബൈഉ റബിഹ സുഹൈബു, കച്ചവടം ലാഭം തന്നെ, സുഹൈബ് ലാഭം കൊയ്തു. എന്താ റസൂലേ? ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിരുന്നെന്നറിയോ? മക്കയിൽ ഉപേക്ഷിച്ചു വന്ന സർവ്വ സ്വത്തുക്കളും നീ കച്ചവടം ചെയ്തതുപോലെയായി നിനക്കതിന്റെ 100 ഇരട്ടി ലാഭമാ. ആഖിറത്തിൽ ഇതിന്റെ പ്രതിഫലം ശതഗുണീഭവിക്കുന്നതാ, 1000 ഇരട്ടിയായി അല്ലാഹു തരുന്നതാണ്. ആ രീതിയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ സർവ്വ സ്വത്തുക്കളും എന്റെ റസൂലിന് വേണ്ടി ഞാൻ ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞപ്പോ അതെല്ലാം തന്റെ ജീവിതത്തിൽ ലാഭകരമായി വന്നിട്ടുണ്ടെങ്കിൽ എന്റെ രണ്ടാർക്കരയിലെ സഹോദരങ്ങളോട് ഞാൻ പ്രസംഗം അവസാനിപ്പിച്ച് തങ്ങൾക്ക് ദുആക്ക് വേണ്ടി ഒഴിയുമ്പോ പ്രിയപ്പെട്ടവരോട് പറയുന്നു, എന്റെ ഹബീബിന് വേണ്ടി ജീവിക്കാൻ, എന്റെ റസൂലിന് വേണ്ടി ജീവിക്കാൻ എനിക്ക് സാധിക്കണം, നിങ്ങൾക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് 4 ആയത്തുകളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, ഈ ദുനിയാവിൽ നമ്മളെ ഉന്നതന്മാരാക്കി മാറ്റിയത് സൂറത്തുൽ ബഖറ 142 ഈ ബനു ഇസ്രായേലിൽ നിന്ന് ആ കിബില മാറ്റത്തിലൂടെ നമുക്ക് ആധിപത്യം നൽകി. ലോകത്ത് നമ്മളാണ് നേതാക്കന്മാർ. ആഖിറത്തിൽ സൂറത്തുൽ ബഖറയിൽ അല്ലാഹ് പറഞ്ഞു, അടുത്ത ആയത്ത്, ആഖിറത്തിൽ നിങ്ങളാണ് മുഴുവൻ പ്രവാചകന്മാരുടെയും റിസാലത്തിന്റെയും പ്രവാചകത്വത്തിന്റെയും പ്രബോധനത്തിന്റെയും പ്രചരണത്തിന്റെയും പ്രഭാഷണത്തിന്റെയും സാക്ഷികൾ നിങ്ങളാണ്. ആ നിലയിൽ നിങ്ങൾക്ക് അവിടെ ഉന്നതി, ഇസ്സത്ത് അല്ലാഹു തന്നു. അത് കഴിഞ്ഞിട്ട് ആത്മാർത്ഥമായ പ്രണയത്തിന്റെ 2 ഉദാഹരണങ്ങൾ പറഞ്ഞു സൂറത്തുൽ ബഖറയിൽ നിന്ന് തന്നെ. അതിൽ ഒന്ന്, അള്ളാഹുവിനോടുള്ള റസൂലിനോടുള്ള കപട സ്നേഹമാണ്. വാക് സാമർത്ഥ്യം കൊണ്ട് സ്നേഹം നടിക്കുമ്പോഴും പ്രവർത്തനങ്ങളിൽ ഇല്ലാതിരിക്കുക പറ്റൂല. രണ്ടാമത് അടുത്ത ആയത്തിൽ പറഞ്ഞത്, സ്നേഹത്തിന് പ്രവാചകരോടുള്ള സ്നേഹം ജീവിതത്തിൽ കാണിച്ചു കൊടുക്കാനുള്ളൊരു വ്യഗ്രത, അത് പ്രവർത്തനത്തിലൂടെയാകണം. ആ ഒരു കാര്യം നിങ്ങൾ ഏറ്റെടുക്കണം എന്നീ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്